Good evening, all. Good evening. Am I audible? Hello. Welcome. Thank you. Can you respond to the question? So, in the session, first half Typing will convenient. be... Typing convenient. Mic on. Okay. So, in the class, first half, we will be discussing Abhyaas 2 and answer to discussing. We will be covering the pending portion. In the class, portion pending on GST remaining in a topic. That's we will discuss. Okay. So, എല്ലാവരും attend ചെയ്തിരുന്നോ Abhyaas 2? ഞാൻ മെന്റർഷിപ്പ് സമയത്ത് പറഞ്ഞിരുന്നു കുറച്ച് പേര് എഴുതാനുള്ളവരോട് ഞാൻ പറഞ്ഞു യു ഹാവ് ടു കംപ്ലീറ്റ് ബൈ സോ ആൻഡ് സോ ഡേറ്റ്. സോ ഞാൻ ഡേറ്റ് കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ചിലർക്ക് ഒക്ടോബർ 6 ഉണ്ട്, ചിലർക്ക് ഒക്ടോബർ 13 ഉണ്ട്. സോ നിങ്ങളുടെ ആ ടൈം അനുസരിച്ച്, നിങ്ങൾക്ക് തന്ന ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ വർക്ക് പെൻഡിങ് ഉള്ളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ടൈം കുറവാണ്. ഇനി അറിയാലോ 3 മാസേ ഉള്ളൂ. ഒക്ടോബർ, നവംബർ, ഡിസംബർ. ജാൻ നോക്കണ്ട, ജാൻ ഫുൾ റിവിഷൻ ഒക്കെ ആയിരിക്കും. സോ 3 മാസമുണ്ട്. സോ എല്ലാവരും ആ ട്രാക്കിൽ തന്നെ വരിക. സോ ഐ ഹാവ് ഗിവൻ സം ഇൻസ്ട്രക്ഷൻസ്. യു ക്യാൻ ഫോളോ ഓർ നോട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. സോ എനിവേ, ട്രൈ ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങി വെക്കുക. നിങ്ങൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ നിശ്ചിത സമയം കണ്ടെത്തുക. അതിന് കുറവാണെങ്കിൽ പോലും ഉള്ള സമയം എന്ത് ചെയ്യുക, അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ Abhyaas 2 and this test was based on the topics national income accounting, അതുപോലെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്, ഇതെല്ലാം വരുന്ന ഒരു പോർഷൻ ആയിരുന്നു. ഇതെല്ലാം വരുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു Abhyaas 2. So let us start our discussion. The first question, with regard to GDP deflator, consider the following statements. So GDP deflator നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. When we discussed real GDP, nominal GDP, we have discussed GDP deflator. And I also say that GDP deflator can be used as a measure of inflation in the economy. So first statement, GDP deflator is available only on a quarterly basis. So GDP deflator quarterly basis ലാണ് ഡേറ്റ അവൈലബിൾ ആവുന്നത്. Is this right? ശരിയാണ്. കാരണം നമ്മൾ പറഞ്ഞു, when we discussed national income accounting, when we discussed GDP measurement and GDP growth, ആ സമയത്ത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് NSO GDP ഡേറ്റ റിലീസ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് GDP ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ വിശദമായിട്ട് എടുത്തതാണ്. And at that session I told that GDP data is released on a quarterly basis ആണ്. സോ 4 പാദങ്ങളിൽ, ഒരു വർഷം പറയുകയാണെങ്കിൽ 4 പാദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, GDP ഡേറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. Quarter 1, Quarter 2, Quarter 3 എന്ന് പറഞ്ഞ് ഓരോ ക്വാർട്ടറിലും GDP ഡേറ്റ റിലീസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഫൈനലി എന്തുണ്ട്, ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഇയർ വി ക്യാൻ സി ദർ ഇസ് GDP ഡേറ്റ ഓൾസോ. ആൻഡ് ഈ പറഞ്ഞ GDP ഡേറ്റ പറഞ്ഞപ്പോ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു, ദിസ് ഡേറ്റ ഈസ് റിലീസ്ഡ് ബൈ NSO വിത്ത് എ ലാഗ് ഓഫ് 2 months. 2 മാസത്തെ ഒരു ലാഗ് പലപ്പോഴും ഈ ഡേറ്റ റിലീസ് ചെയ്യുമ്പം ഉണ്ടാവാറുണ്ട്. സോ ഞാൻ പറഞ്ഞ അന്ന് ഓർമ്മയുണ്ടോ, നമ്മുടെ സെക്കൻഡ് ക്വാർട്ടർ ഏതാണ്, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ ഡേറ്റ എപ്പോ വരുമായിരിക്കും? അപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസത്തെ ലാഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി കമ്മിങ് അറൌണ്ട് നവംബർ ലാസ്റ്റ് ആണ്. സോ നവംബർ ലാസ്റ്റിൽ നിങ്ങൾ നോക്കുക, വാർത്ത കാണുക. സോ അന്ന് ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ അല്ലയോ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. സോ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, സാറെ വന്നില്ലല്ലോ ഡേറ്റ ആണ്. സോ kindly watch news on that last day of November. സോ നിങ്ങൾക്ക് കാണാം ഈ ഡേറ്റ 2 മാസത്തെ ലാഗിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ GDP deflator is available on a quarterly basis. Even though it is said that it is available only on a quarterly basis. ശരിയാണ്. കാരണം എന്താ, ഓരോ Q1, Q2, Q3, Q4ലും you can see nominal GDPയും റിയൽ GDPയും റിലീസ് ചെയ്യപ്പെടും. In order to measure GDP deflator,
we need the data of nominal GDP and real GDP. അതുകൊണ്ട് തന്നെ we can see the first statement is correct. So GDP deflator is available only on a quarterly basis എന്നുള്ളത് എന്താ ശരിയാണ്. The second statement, GDP deflator takes into account all the goods consumed by representative consumer in a country. Hello? എല്ലാരും മൈക്ക് ഒന്ന് വിട്ടിട്ടുണ്ട്. ഓക്കെ, സോ എന്താ പറഞ്ഞേ, GDP ലിഫ്റ്റിലേറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കൺസ്യൂമർ കഴിക്കുന്ന എല്ലാ ഗുഡ്സും കൺസിഡർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. വരുമോ GDP ലിഫ്റ്റിലേറ്റ് എല്ലാ ഗുഡ്സും കൺസിഡർ ചെയ്യുമോ? എന്താണ് ഇതിന്റെ എറർ എന്ന് പറയാമോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വാട്ട് ഈസ് ദ എറർ? എന്തുകൊണ്ടാണ് അത് തെറ്റായത് എന്ന് പറഞ്ഞേ. ആണോ? മൈക്ക് ഉണ്ടെങ്കിൽ പറയാം, ടൈപ്പ് ചെയ്യണമെന്നില്ല. എനിവൺ? നിങ്ങൾ മിണ്ടാതിരിക്കാതെ ആരും ചോദിച്ചു കഴിഞ്ഞൊന്നും മിണ്ടത്തില്ല. കമോൺ, ആരാണ് ധൈര്യപൂർവ്വം വരുന്നത് നോക്കട്ടെ. Why the second statement is wrong? ചോദ്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത്? എന്തുകൊണ്ടാണ്? GDP ലിഫ്റ്റിലേറ്റ് takes into account all the goods consumed by representative consumer in a country. ആരൊന്നും പറയത്തില്ല. എന്ത് പറ്റി? നന്ദകുമാർ സാർ, ആൻസിമേം സ്ഥിരം റെസ്പോണ്ട് ചെയ്യുന്നതല്ല, എന്ത് പറ്റിയൊന്നും മിണ്ടാതെ? സൂര്യമ്മ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. വെരി ഗുഡ്. സോ എന്താണ് നമ്മള് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ എന്താ മെഷർ ചെയ്യുന്നത്? ഇക്വേഷൻ എന്താണ്? നോമിനൽ GDP ബൈ റിയൽ GDP. GDP എന്ന് പറഞ്ഞാൽ എന്താ? GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് the money value of final goods and services which are produced in the domestic territory of a country during a financial year or during a specific period of time. എന്നല്ലേ പറഞ്ഞേ? സോ GDPക്കകത്ത് എന്തേ വരുന്നുള്ളൂ? ഒരു കൺട്രിയുടെ ടെറിട്ടറിക്കകത്ത് നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമേ വരുള്ളൂ. എന്നാൽ ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്ന ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഇന്ത്യക്കകത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നം മാത്രമല്ല ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത്. He will consume some items which is imported to India. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന, ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നം എന്ത് ചെയ്യാറുണ്ട്? ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യാറുണ്ട്. സോ ചോദ്യം എന്താ പറഞ്ഞേ? GDP ലിഫ്റ്റിലേറ്റ് takes into account all the goods. ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപഭോക്താവ് ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും GDP ലിഫ്റ്റിലേറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് imported goods are not a part of nominal GDP or real GDP. So ഇതാരാണ് ACM എന്നൊക്കെ പറഞ്ഞ? ആരാണ് ഈ ACM? ആരാണ് ACM? ഹലോ, can you respond? ACM ആരാണ്? ACM എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ അബ്ദുള്ളാണ് സർ. ഓക്കെ. കുഴപ്പമില്ല. ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ വിൽ ബി 1 only, A. Then kindly read the description which is given in the answer key. സോ ഞാൻ മെന്റർഷിപ്പിൽ പറഞ്ഞിരുന്നു പലരോടും, നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ യു കംപ്ലീറ്റ് ദ ടെസ്റ്റ് നിങ്ങൾ കീ വാല്യൂട്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഇത് ഉത്തരം ശരിയെന്ന് മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് ആഫ്റ്റർ യു വാല്യുവേറ്റ് യുവർ ആൻസർ ഷീറ്റ് യു കൈൻഡ്ലി റീഡ് ദ ആൻസർ കീ ഇൻ ഡീറ്റെയിൽ. നിങ്ങൾ തന്നിരിക്കുന്ന ആൻസർ കീ എന്ത് ചെയ്യണം? അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. കാരണം പറയട്ടെ, വെനെവർ യു ആർ റൈറ്റിംഗ് ആൻ ആൻസർ, ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? ഒരു ലോജിക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇതുകൊണ്ടായിരിക്കും അത് ശരി, ഇതുകൊണ്ടായിരിക്കും അത് തെറ്റ് എന്നൊരു ലോജിക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ആ ലോജിക്ക് ശരിയാവാം, തെറ്റാവാം. സോ വെൻ യു റീഡിങ് ദിസ് ആൻസർ കീ, നിങ്ങൾക്ക് ആ ലോജിക്ക് ഒന്നുകിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ ആ ലോജിക്ക് നെഗേറ്റ് ചെയ്യാം, അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാം. സോ അതുകൊണ്ട് തന്നെ ആൻസർ കീ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം കഴിഞ്ഞിട്ട് വായിച്ചു നോക്കുക.
Then second question, the least impacted sector of Indian economy by the pandemic-related disruptions as per economic survey of 2021-22 is. ഇത് നമ്മുടെ കേരള PSC കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവൽ മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു കറണ്ട് അഫയേഴ്സ് ബേസും കൂടാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എക്കണോമിക് സർവേ പറഞ്ഞ പ്രകാരം ഇന്ത്യയില് കോവിഡ് മൂലം ഏറ്റവും കുറച്ച് ബാധിക്കപ്പെട്ട മേഖല എന്ന ചോദ്യം. ദ ആൻസർ ഈസ് അഗ്രികൾച്ചർ ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണിത്. നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, കോവിഡ് കാലത്ത് ആദ്യമായി ഗവൺമെന്റ് ഓപ്പൺ ചെയ്ത മേഖല കാർഷിക മേഖലയാണ്. കാരണം ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഹാർവെസ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോവിഡ് റിലേറ്റഡ് ഡിസ്ട്രപ്ഷൻസ് അല്ലെങ്കിൽ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആദ്യമായിട്ട് ഗവൺമെന്റ് റിലാക്സ് ചെയ്യുന്നത് കാർഷിക മേഖലയ്ക്കാണ്. അത് മാത്രമല്ല, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നെസസിറ്റി ഐറ്റം ആണ്, അല്ലെ? ഒരു ഒരു ആഡംബരമല്ല, നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ട ബേസിക് നെസസറി അത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് എന്ത് ചെയ്തില്ല, അങ്ങനെ കുറഞ്ഞു പോയില്ല. കോവിഡ് ആണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളത് പലരും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഭക്ഷണത്തിന്റെ ഡിമാൻഡ് എന്താണ്, അത് ഇല്ലാണ്ടാവുന്നില്ല. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ആയാലും ആ സമയത്ത് പ്രൊക്യൂർമെന്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്, സംഭരണം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുമൂലം കാർഷിക മേഖലയ്ക്ക് ഒരു ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ യു ക്യാൻ സി ദ ആൻസർ ഈസ് ബി, agriculture sector. Then the third question, consider the statement regarding public good. Public good need to be non-rivalrous, that one person can increase her satisfaction from the good without reducing that obtained by others. So നമ്മൾ പറഞ്ഞതാണ്, ഒരു പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ഗുഡ് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് നോൺ റിവൽറസ് പ്രോപ്പർട്ടിയും ദെൻ നോൺ എക്സ്ക്ലൂഡബിലിറ്റി പ്രോപ്പർട്ടിയും. സോ ഒരു പബ്ലിക് ഗുഡിന് വേണ്ട രണ്ട് പ്രോപ്പർട്ടി എന്താണ്? നോൺ റിവൽറസ് പ്രോപ്പർട്ടി ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ പ്രോപ്പർട്ടി. സോ നോൺ റിവൽറസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഉൽപ്പന്നം, ഒരു പബ്ലിക് ഗുഡ് കൂടുതൽ ആളുകൾ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് വേറൊരു വ്യക്തിക്ക് ലഭിക്കാണ്ടിരിക്കാൻ പാടില്ല. സോ വെൻ മോർ പീപ്പിൾ കൺസ്യൂം എ ഗുഡ്, ഇറ്റ് വിൽ ബി അവൈലബിൾ ഫോർ അതർ പേഴ്സൺസ് ആൾസോ. അതായത് ഒരു വ്യക്തി കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റിനിർത്തുന്നില്ല, അയാൾക്കും ആ ഗുഡ് കൺസ്യൂം ചെയ്യാം. സോ ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ, വാട്ട് എവർ ദ കൺസഷൻ പാറ്റേൺ ഓഫ് റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. മറ്റുള്ള ആളുകൾ ഇത് ഉൽപ്പന്നം കൂടുതൽ കൺസ്യൂം ചെയ്തോ ഇല്ലയോ അത് നോക്കുന്നില്ല. നമ്മൾ എന്താ പറയുന്നത്, ദിസ് ഐറ്റം വെൻ എ പേഴ്സൺ ഇൻക്രീസസ് കൺസംഷൻ, ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ്, ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് അല്ലെങ്കിൽ ഡസ് നോട്ട് അഫക്ട് ദ കൺസംഷൻ ഓഫ് അനദർ പേഴ്സൺ. ഒരു വ്യക്തി ഒരു ഉൽപ്പന്നം കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു പബ്ലിക് ഗുഡ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് വിൽ നോട്ട് പ്രിവെന്റ് എനി അതർ പേഴ്സൺ ഫ്രം കൺസ്യൂമിങ് ഇറ്റ്. അതാണ് എന്ത് നോൺ റിവൽറസ് എന്ന് മീൻ ചെയ്താണ്. അടുത്ത ടേം ആയിരുന്നു നോൺ എക്സ്ക്ലൂഡബിൾ. എന്താണ്? ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു. ഇറ്റ് വിൽ നോട്ട് പ്രിവെന്റ് എനി പേഴ്സൺ ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്രീഡ് ഓർ റിലീജിയൻ. സോ എല്ലാവരെയും എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു. സോ അതാണെന്ത് നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് പബ്ലിക് ഗുഡ്, there is no feasible way of excluding anyone from enjoying the benefit of the good. Hence they are called non-excludable. So നോക്കുവാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും I have taken these two statements from NCERT ആണ്. നമ്മുടെ +2 NCERT നിർത്തിയാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും. സോ നമ്മുടെ PSCക്കകത്ത് റീസെന്റ് നടന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് they are quoting statements from NCERT text. NCERT ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്യുന്നുണ്ട്. NCERT SCERT എന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ it is important to read the relevant NCERTs which I mentioned during mentorship. So mentorship time okay. So mentorship time ഞാൻ പറഞ്ഞിരിക്കുന്ന NCERTs അത് പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ ശ്രമിക്കുക. സോ ഇവിടെ നോൺ റിവൽറസ്, നോൺ എക്സ്ക്ലൂഡബിൾ, ഇത് രണ്ടും എന്താണ്, പബ്ലിക് ഗുഡിന്റെ പ്രോപ്പർട്ടിയാണ്. സോ യു ക്യാൻ സി ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 are correct. So which is mentioned here, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾസ് ഓഫ് പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ ലോ എൻഫോഴ്സ്മെന്റ്, നാഷണൽ ഡിഫൻസ്, റൂൾ ഓഫ് ലോ, ആക്സസ് ടു ക്ലീൻ എയർ, ഡ്രിങ്ക് വാട്ടർ, സ്ട്രീറ്റ് ലൈറ്റ്, പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ. ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കൂ, നമ്മള് പോകുന്ന വഴിക്ക്, നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്.
അത് ആ സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് വേണ്ടി മാത്രമാണോ? അല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ ആ സ്ട്രീറ്റ് ലൈറ്റ് മൂലം വെളിച്ചം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആൾക്ക് വെളിച്ചം കിട്ടാൻ പാടില്ല എന്നുമില്ല, എല്ലാവർക്കും കിട്ടും. ആ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാവർക്കും അക്സസിബിൾ ആണ്, എല്ലാവർക്കും അവൈലബിൾ ആണ്. സോ നോൺ റിവോൾവേഴ്സ് ആണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. സോ നെക്സ്റ്റ്, which of the following items are considered while accounting national income of India? So national income accounting ഉൾപ്പെടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. So the first one, intermediate good, then service offered on the sale of second hand goods, goods for self consumption. So if you know first statement, intermediate goods, നമ്മൾ പറഞ്ഞതാണ് ഐറ്റംസ് which are excluded from national income accounting എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതാണ് ഇന്റർമീഡിയറ്റ് ഗുഡ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ഗുഡ്സിന്റെ മെഷർമെന്റ് ആണ്. സോ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇല്ല. സോ ഇഫ് യു നോ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇല്ല എങ്കിൽ യു ക്യാൻ ഈസിലി എലിമിനേറ്റ്. ഓപ്ഷൻ എയും പോയി, ഓപ്ഷൻ ഡിയും പോയി. ചോദിച്ചാൽ എന്താ എന്നൊക്കെ കൺസിഡർ ചെയ്യുന്നതാ പറഞ്ഞത്, which means 1 ഇല്ല. അപ്പൊ ഈ പറഞ്ഞ എയിലും ഡിയിലും 1 ഉണ്ട്. യു ക്യാൻ എലിമിനേറ്റ് ബോത്ത് ഓപ്ഷൻസ്. ആൻഡ് അത് കഴിഞ്ഞ് സർവീസ് ഓഫേർഡ് ഓൺ ദ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, നമ്മൾ പറഞ്ഞതാണ് നാഷണൽ ഇൻകത്തില് സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്ത് ചെയ്യത്തില്ല, ഉൾപ്പെടില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ഫേം, ഒരു പ്രീ ഓൺഡ് കാസിന്റെ ഒരു ഫേം ഈ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സെല്ല് ചെയ്യാനായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ്. കാരണം എന്താ, ആ ഫേമും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. ആ ഫേം എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നുണ്ട്. ദേ ആർ ഹാവിങ് എ ക്യാപിറ്റൽ, ദേ ആർ ഹാവിങ് സം ലാൻഡ്, അതുപോലെ ദേ ആർ ഹാവിങ് എ എന്റർപ്രണർ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ആ ഫേമിന് ഈ പറഞ്ഞ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സർവീസ് നാഷണൽ ഇൻകത്തിൽ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. Which means even though you know 3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും എന്താണ്, യു ക്യാൻ ഈസിലി മാർക്ക് ദ ഓപ്ഷൻ ബി. 2 and 3 only ആണ് ശരി ഉത്തരം. എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ആൻഡ് തേർഡ് എന്താ പറഞ്ഞേക്കുന്നത്, ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ. സോ ഒരു വ്യക്തി ഉൽപ്പന്നം നിർമ്മിക്കുന്നു ആൻഡ് ഹി ഹിംസെൽഫ് കൺസ്യൂം ദ ഐറ്റം, അത് എന്തിൽ വരും, നാഷണൽ ഇൻകത്തില് വരും. കാരണം ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയാ. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഈ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ, ഇപ്പൊ ഒരു കർഷകൻ എടുക്കുക, ഒരു കർഷകൻ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ നെല്ലിന്റെ എല്ലാ ക്വാണ്ടിറ്റിയും അയാൾ എന്ത് ചെയ്യണമെന്നില്ല, സെല്ല് ചെയ്യണമെന്നില്ല. സപ്പോസ് ഒരു പാടത്തില് അയാൾ നെല്ല് ഉൽപ്പാദിച്ചു, 1000 കിലോ നെല്ല് അയാൾ നിർമ്മിച്ചു. ഈ 1000 കിലോയില് 500 കിലോ എന്ത് ചെയ്തു, അയാൾ ഓൺ കൺസംഷന് വേണ്ടി മാറ്റിവെച്ചു, അയാളുടെ സ്വമേധയുള്ള ഉപയോഗത്തിന് വേണ്ടി മാറ്റിവെച്ചു. ബാക്കി 500 അയാൾ മാർക്കറ്റിലേക്ക് വിറ്റു. സോ ഇൻ കേസ് ഈ പറഞ്ഞ ഫാർമർ കൃഷി ചെയ്തില്ലായിരുന്നെങ്കിൽ, ഉൽപ്പാദനം നടത്തിയില്ലായിരുന്നെങ്കിൽ, ഈ പുള്ളിക്ക് എന്ത് ചെയ്യേണ്ടി വന്നേനെ, അയാൾ കൺസ്യൂം ചെയ്യുന്ന 500 കിലോ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടി വന്നേനെ, അല്ലേ? സോ ഈവൻ ദോ he is consuming this 500 kg of rice which is produced by him, അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് 500 kg അയാൾ തന്നെ കഴിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക, ഈ 500 kg ഇറ്റ് ഈസ് ലൈക്ക് ആൻ എക്സ്പെൻഡിച്ചർ ആണ്. അയാളുടെ എക്സ്പെൻഡിച്ചറിനകത്ത് എന്താ ഉൾപ്പെടേണ്ടതായിരുന്നു. അയാൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതായിരുന്നെങ്കിൽ, ഈ പറഞ്ഞ 500 കിലോ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയായിരുന്നെങ്കിൽ ഈ 500 കിലോ എന്ത് വന്നേനെ, അയാളുടെ എക്സ്പെൻസ് വന്നേനെ. ഇവിടെ എന്താ പക്ഷെ അങ്ങനെ വന്നില്ല. കാരണം എന്താ, അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അയാൾ തന്നെ കൺസ്യൂം ചെയ്യുകയാണ്, അയാൾ പേ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്താ, ഈ 1000 കിലോ ഉണ്ടാക്കാനായിട്ട് ഹി നീഡ് സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആ പുള്ളിക്ക് എന്ത് വേണമായിരുന്നു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ വേണമായിരുന്നു. സോ ഈ 1000 kgയും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സി ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ ഈസ് ആൾസോ അക്കൗണ്ടഡ് ഇൻ ദ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രോസസ്. ഓക്കെ, സോ 2 ഉം 3 ഉം രണ്ടും എന്താണ്, നാഷണൽ അക്കൗണ്ടിംഗിൽ കൺസിഡർ ചെയ്യുന്നത്. Then next question, consider the following transactions in an economy. Washing machine purchased by a laundry shop, person purchasing washing machine for home purposes, electricity consumed by a laundry shop,
In which of the above transactions the transacted good is a final good? So final good ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഫിലിംസിന്. ഞാനിത് ചോദിച്ചത് എന്തിനാന്ന് വെച്ചാൽ ടു മേക്ക് യു ക്ലിയർ, ആ കൺസെപ്റ്റ് ക്ലിയർ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ഇട്ടത്. അല്ലാതെ ഫിലിംസിന് എന്താ ഫൈനൽ ഗുഡ് എന്ന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇറ്റ് ഈസ് വെരി റയർ. ഫൈനൽ ഗുഡ്, ക്യാപിറ്റൽ ഗുഡ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് റയർ ആണ്. പക്ഷെ എന്നിലും യു ഹാവ് ടു നോ ദ ഐഡിയ, എന്താണ് ക്യാപിറ്റൽ ഗുഡ്, ഫൈനൽ ഗുഡ് എന്ന ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. സോ വാഷിംഗ് മെഷീൻ പർച്ചേസ് ബൈ ലോണ്ടറി ഷോപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ഗുഡ് ആണ്. നമ്മുടെ ലോണ്ടറി ഷോപ്പ് പർച്ചേസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ഗുഡ് ആണ്. സോ ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ക്യാപിറ്റൽ ഗുഡ് ഈസ് ഹാവിംഗ് 3 പ്രോപ്പർട്ടീസ്, 3 ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എ മാൻ-മെയ്ഡ് പ്രോസസ്. It will be used in the production of a new item. It will not get consumed while engaging in production. ഈ 3 പ്രോപ്പർട്ടിയും വാഷിംഗ് മെഷീൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ വാഷിംഗ് മെഷീൻ ഒരു ക്യാപിറ്റൽ ഗുഡ് ആണ്. ക്യാപിറ്റൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ സബ് കാറ്റഗറി ഓഫ് ഫൈനൽ ഗുഡ്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഗുഡ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരുന്നു, ഫൈനൽ ഗുഡും ഇന്റർമീഡിയറ്റ് ഗുഡും. ദെൻ ഫൈനൽ ഗുഡ് ക്യാൻ ബി അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 2. എന്തൊക്കെയായിട്ടാണ്? ക്യാപിറ്റൽ ഗുഡ്, അതുപോലെ തന്നെ കൺസംഷൻ ഗുഡ്. ഓർമ്മയില്ലേ? കൺസംഷൻ ഗുഡ് ക്യാൻ ബി അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു സർവീസസ്, നോൺ ഡ്യൂറബിൾ, ഡ്യൂറബിൾ ഗുഡ്സ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാം. സോ വാഷിംഗ് മെഷീൻ പർച്ചേസ് ബൈ ലോണ്ടറി ഷോപ്പ് ഈസ് എ ഫൈനൽ ഗുഡ്. ദെൻ പേഴ്സൺ പർച്ചേസിംഗ് വാഷിംഗ് മെഷീൻ ഫോർ ഹോം പർപ്പസസ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ തുണി അനക്കാനായിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങുകയാണ്. അതെന്താണ്? കൺസംഷൻ ഗുഡ് ആണ്. അതും എന്താ? ഫൈനൽ ഗുഡ് ആണ്. So 2 is also a final good. Then electricity consumed by a laundry shop. അതെന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, ഒരു ലോണ്ടറി ഷോപ്പ് വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ ആ വൈദ്യുതി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ ഗുഡ്, ബട്ട് ഇറ്റ് ഈസ് എ ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. കാരണം എന്താ? ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇലക്ട്രിസിറ്റി ഈസ് ഗെറ്റിംഗ് കൺസ്യൂം, ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദ. സോ 3 വരില്ല, 1 ഉം 2 ഉം വരും. ഇത് രണ്ടും എന്താണ്? ഫൈനൽ ഗുഡ് ആണ്. സോ ആൻസർ ഈസ് എ, 1 and 2 only. Then which of the following are the essential characteristics of a capital good? അപ്പൊ പറഞ്ഞതേ ഉള്ളൂ. It is the durable output produced and not necessarily the output of a man-made process. So it is a durable output produced. അത് ശരിയാണ്. So in PSC exams, in the statement, പലപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പകുതി പക്ഷെ ശരിയായിരിക്കും, അതിന്റെ ബാക്കി പകുതി എന്താ? തെറ്റാവും. സോ വെൻ യു റീഡിങ് ദ ക്വസ്റ്റ്യൻ യു ഹാവ് ടു ബി വെരി കെയർഫുൾ, വെരി വിജിലന്റ്. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ ആദ്യം അതിന് വായിക്കുമ്പോൾ ശരിയാണ് എന്ന് പറഞ്ഞ് ചാടിക്കയറി എന്ത് ചെയ്യരുത്? മാർക്ക് ചെയ്യരുത്. So it is a durable output produced and not necessarily the output of a man-made process. Not necessarily the output of a man-made process. That is wrong. കാരണം capital good ആണെങ്കിൽ എന്താവണം? It should be an output of a man-made process. So the second part of first statement is wrong. Then it can act as input for further production process without getting transformed or consumed. അത് ശരിയാണല്ലോ. ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ് ഒരു പുതിയ നിർമ്മാണത്തിൽ, ഒരു ഫർദർ പ്രൊഡക്ഷനിൽ ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യണം. പക്ഷെ ആ ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യപ്പെടാനോ പാടില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഹിയർ യു ക്യാൻ സീ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, സെക്കൻഡ് ഈസ് കറക്റ്റ്. ട്രൂ ഓൺലി. ആൻസർ ഈസ് ബി. Then which of the following statements regarding nominal GDP and real GDP are correct? So nominal GDP will be always greater than real GDP of a country. Is that statement correct? Nominal GDP is always greater than real GDP. Nominal GDP real GDP യേക്കാൾ എപ്പോഴും വലുതായിരിക്കും, എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നമ്മൾ പറഞ്ഞു, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ GDP ആൻഡ് നോമിനൽ GDP? എന്താ ഡിഫറൻസ്?
റിയൽ ജി ഡി പി എന്ന് പറയുമ്പോൾ വി ആർ മെഷറിംഗ് the GDP value of a country with reference to market price of base year. ബേസ് ഇയറിലെ വിപണി വില അടിസ്ഥാനത്തിൽ ഒരു കൺട്രിയിലെ ജി ഡി പി മെഷർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? റിയൽ ജി ഡി പി ആണ്. ദെൻ നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഇയറിലെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് ജി ഡി പി മെഷർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് നോമിനൽ ജി ഡി പി ഓർ ജി ഡി പി അറ്റ് കറണ്ട് ഇയർ പ്രൈസ്. റിയൽ ജി ഡി പി ആണെങ്കിലോ ജി ഡി പി അറ്റ് constant price. So here you can see ഈ പറഞ്ഞ നോമിനൽ ജി ഡി പി കറണ്ട് ഇയർ പ്രൈസ് അനുസരിച്ചാണ് ജി ഡി പി മെഷർ ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് എ ചാൻസ് ദാറ്റ് ദ കറണ്ട് ഇയർ പ്രൈസ് മേ ബി ഹയർ ഓർ ലോവർ ദാൻ ബേസ് ഇയർ പ്രൈസ്. എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. വി കനോട്ട് അഷ്വർ ദാറ്റ് ബേസ് ഇയറിന്റെ പ്രൈസിനേക്കാൾ മേലെ ആയിരിക്കും മേലെ ആയിരിക്കും കറണ്ട് ഇയറിലെ പ്രൈസ് എന്ന് വി കനോട്ട് ക്ലെയിം. നമുക്ക് എന്താ എപ്പോഴും അങ്ങനെ ആവണമെന്ന് പറയാൻ പറ്റില്ല. സപ്പോസ് ബേസ് ഇയറിൽ അരിക്ക് വില 10 രൂപയെന്ന് വിചാരിക്കാം. എന്നാൽ കറണ്ട് ഇയറിൽ ഡ്യൂ ടു സം എക്കണോമിക് ഇഷ്യൂസ് അരിയുടെ വില എന്ത് ചെയ്തു? ഇടിഞ്ഞെന്ന് വിചാരിക്കാം. സോ കറണ്ട് ഇയറിൽ സപ്പോസ് അരിയുടെ വില 5 രൂപയായി. അതുപോലെ ബാക്കി ഉൽപ്പന്നങ്ങളുടെ വില എന്ത് ചെയ്തു? കുറഞ്ഞു. സോ നമ്മൾ ടേം കേട്ടായിരിക്കും ഇൻഫ്ലേഷൻ, കേട്ടില്ലേ? പണപ്പെരുപ്പം. ഇതേപോലെ ഒരു ടേം ഉണ്ട് ഡീഫ്ലേഷൻ. പണപ്പെരുപ്പവും പണശോഷണവും. എന്താണ്? പണപ്പെരുപ്പമാണ് ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് പണപ്പെരുപ്പം. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപ്പന്നങ്ങളുടെ വില താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഒരു എക്കണോമിയിൽ പണശോഷണമാണെങ്കിൽ, ഡീഫ്ലേഷൻ ആണെങ്കിൽ, there may be a chance that there is a fall in the price of current year. കറണ്ട് ഇയറിലെ പ്രൈസ് ഫാൾ ചെയ്യാൻ ചാൻസ്. അങ്ങനെ കറണ്ട് ഇയർ പ്രൈസ് ഫാൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ റിയൽ ജി ഡി പി ആയിരിക്കും. സോ ഇവിടെ പറഞ്ഞ എന്താണ്? നോമിനൽ ജി ഡി പി എപ്പോഴും റിയൽ ജി ഡി പിക്കാൾ മേലെ എന്നാ പറഞ്ഞത്. ആവുമോ? ആവില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി wrong. Then the second, the ratio of real GDP to nominal GDP is called GDP deflator. ആണോ? അല്ലല്ലോ, ഉൾട്ടല്ലേ, തിരിച്ചല്ലേ? നോമിനൽ ബൈ റിയൽ ആണെന്ത്? GDP deflator. So second statement is also wrong. So you can see the answer is neither one nor two. Then consider the following statements. The total value of annual transaction in an economy is generally greater than nominal GDP. ഒരു എക്കണോമിയിലുള്ള മൊത്തം ട്രാൻസാക്ഷൻസ്, ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻസ് പൊതുവെ നോമിനൽ ജി ഡി പിയേക്കാൾ വലുതായിരിക്കും. സോ നോക്കുമ്പോൾ when we discussed GVA, gross value addition, അന്ന് ഓർമ്മയുണ്ടാവും. We are measuring ജി ഡി പി ആയാലും we are measuring the value of final good മാത്രമാണ്. എന്നാൽ ആ എക്കണോമിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഇപ്പം അന്ന് പറഞ്ഞ എക്സാമ്പിൾ, സപ്പോസ് ഒരു ഫാർമർ, മില്ലർ, then baker, then CCD. So total value of transaction എന്ന് പറയുമ്പോൾ farmer to miller transaction, miller to baker transaction, baker to CCD transaction, CCD to consumer transaction, ഇതെല്ലാം എന്ത് ചെയ്യും? ആഡ് ചെയ്യപ്പെടും, അല്ലേ? സപ്പോസ് ഫാർമർ ടു മില്ലർ 10 രൂപയ്ക്ക് വിറ്റു, മില്ലർ ടു ബേക്കർ 20 രൂപയ്ക്ക് ഫീഡ് ഫ്ലോർ വിറ്റു, ആൻഡ് ബേക്കർ ടു CCD 50 രൂപയ്ക്ക് വിറ്റു, ആൻഡ് CCD ടു കൺസ്യൂമർ 150 രൂപയ്ക്ക് വിറ്റു. സോ വി ക്യാൻ സി ദ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ. നമ്മുടെ എക്കണോമിയിലെ മൊത്തം ട്രാൻസാക്ഷന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ സെയിൽ ദാറ്റ് ഈസ് ഹാപ്പൻഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ദിസ് പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജിൽ നടക്കുന്ന എല്ലാ സെയിലും നമ്മൾ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. സോ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത്. എന്നാൽ നോമിനൽ ജി ഡി പി എന്ന് പറയുമ്പോൾ, അല്ലെ റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഫൈനൽ ഉൽപ്പന്നത്തിന്റെ മെഷർ ആണെന്ത്? ജി ഡി പി എന്ന് പറയുമ്പോൾ. വി ഓൺലി കൺസിഡേഴ്സ് CCD എത്ര വിലക്ക് വിൽക്കുന്നു,
അതാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ യു ക്യാൻ സി ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ എക്കണോമി എന്ന് പറയുമ്പോൾ എന്തിനേക്കാളും വലുതായിരിക്കും പൊതുവെ നോമിനൽ GDP-ക്കാൾ ജനറലി ഗ്രേറ്റർ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് and this statement is also taken from NCERT +2. Okay, so first statement എന്താ ശരിയാണ്. Then an increase in nominal GDP implies an increase in total value of transactions. അതും ശരിയല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കൺട്രിയുടെ നോമിനൽ GDP ഇൻക്രീസ് ചെയ്യുന്നു, ഒരു കൺട്രിയുടെ നോമിനൽ GDP ഇൻക്രീസ് ചെയ്യുകയാണ്. അതിനെന്താ അർത്ഥം വെക്കുന്നത്? നോമിനൽ GDP വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കൺട്രിയിലെ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ എന്തുണ്ട്? അതിനൊപ്പം തന്നെ വർദ്ധിക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയും. സോ വെൻ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ നോമിനൽ GDP, it is an indicator that the number of transaction, the value of transaction which is happening in the economy is also on a high. So second statement അതും എന്താണ് ശരിയാണ്. So you can see both 1 and 2 രണ്ടും എന്താ ശരിയാണ്. Then next question. Increase in absolute GDP does not connote a high level of economic development if industrial output fails to keep pace with agricultural output. Agricultural output fails to keep with industrial output. Poverty and unemployment increase. Import grows faster than export. So, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കൺട്രിയുടെ അബ്സല്യൂട്ട് GDP എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യും. എന്നാൽ അത് കാരണം അവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞോ? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡയമെൻഷൻ. ഇല്ലേ? ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ആംഗിൾ നോക്കുന്നതാണ് എന്ത്? എക്കണോമിക് ഡെവലപ്മെന്റ്. Here you can see എന്താണ് ആ ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് വരുന്നത്? സാമ്പത്തിക വളർച്ച ഉണ്ടായി. എന്നാൽ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടും അവിടുത്തെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ദാറ്റ് എന്താ അവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് പറയാൻ കഴിയില്ല. സോ GDP വളർന്നു, പക്ഷെ എന്താ അതിന് തക്കതായ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാ? അവിടെ പോവർട്ടി കൂടുതലാണ്, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്. Here can see the then in the context of GDP estimation in India, consider the statements regarding base year. So base year ne പറ്റിയ ചോദ്യം. It is the reference year whose prices are used to estimate inflation adjusted GDP value. ആണല്ലോ നമ്മള് റിയൽ GDP മെഷർ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് അല്ലേ? നോമിനൽ GDP-ക്ക് അതൊന്നുണ്ട്, there is ഇൻഫ്ലേഷൻ ഉണ്ട്. കാരണം നമ്മുടെ എക്കണോമിയിൽ വില കൂടുകയാണെങ്കിൽ അതെവിടെ വരും? നോമിനൽ GDP-ക്കകത്ത് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് GDP ഡിഫ്ലേറ്റർ എങ്ങനെ മെഷർ ചെയ്യുന്നത്? നോമിനൽ GDP ബൈ റിയൽ GDP. സോ GDP ഡിഫ്ലേറ്റർ ഈസ് എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ. എന്തുകൊണ്ടാവുന്നത്? ബിക്കോസ് വെൻ GDP ഡിഫ്ലേറ്റർ ഇൻക്രീസസ് it indicates that നോമിനൽ GDP എന്താ റിയൽ GDP-ക്കാൾ കൂടുതലാണ്. അതെന്താ മീൻ ചെയ്യുന്നത്? അവിടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ട്. കറണ്ട് ഇയറിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ റെഫറൻസ് ഇയർ. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെഫറൻസ് ഇയർ ആണ്. ആൻഡ് ഹൂസ് പ്രൈസസ് ആർ യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് GDP വാല്യൂ. ആണല്ലോ, റിയൽ GDP മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ദ കറന്റ് ബേസ് ഇയർ ഏതാണ്? 2016 ആണോ? അല്ല, ഇറ്റ് ഈസ് 2011-12 ആണ്. ആൻഡ് ഇതുവരെ അത് റിവൈസ് ചെയ്തിട്ടില്ല. ടിൽ നൗ വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദ സെയിം ബേസ് ഇയർ. ആൻഡ് ഇടയ്ക്ക് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു 2017-18 ആക്കുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഇറ്റ് വാസ് നോട്ട് മെറ്റീരിയലൈസ്ഡ്. ഇപ്പോഴും എന്താ 2012 എന്നാണ് ബേസ് ഇയർ. ദ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ എ കൺട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ എ കൺട്രി will necessarily lead to which of the following? ഒരു കൺട്രിയിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും തീർച്ചയായും ഉണ്ടാവുന്നത്? സോ whenever there is capital formation, which of the following will necessarily occur? നിർബന്ധമായും ഉണ്ടാവും. നമ്മൾ പറഞ്ഞതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ
ഈസ് റിലേറ്റഡ് ടു എക്കണോമിക് ഗ്രോത്ത് ആണ്. ഓർമ്മയുണ്ടല്ലോ, ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, അതുപോലെ തന്നെ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. സോ ഒരു കൺട്രിയിൽ ക്യാപിറ്റൽ ഫോം ചെയ്യാന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? there is generation or there is more formation of capital goods. Capital goods കൂടുതൽ എന്താ അവിടെ രൂപീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. So when there is more capital goods, it can promote economic growth. So improvement in economic growth അവിടെ കാണാം. Second statement, increase in welfare. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഷ്വർ ചെയ്യാൻ കഴിയില്ല. ഒരു കൺട്രിയിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വി കനോട്ട് അഷ്വർ there is welfare. എന്തുകൊണ്ടാണ്? വെൽഫെയർ എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ ആണ്. സോ ഒരു കൺട്രിയിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടായി, സപ്പോസ് വിചാരിക്കുക ഒരു കൺട്രിയിൽ ഡിഫൻസിന്റെ കുറെ മെഷീൻസ് ഡെവലപ്പ് ചെയ്തു, ഡിഫൻസിന്റെ കുറെ എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്തു. നോക്കുമ്പോ എന്താ, ഇതെല്ലാം ആ കൺട്രിയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. കാരണം എന്താ, മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് പറയുമ്പോൾ ഇവിടെ വാല്യൂലെ കൺസിഡർ ചെയ്യും, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുകളുടെ വെൽഫെയർ, ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ടോ? ഇല്ല. കാരണം ക്ഷേമം എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ ഗ്രോത്തിൽ മാത്രം റിസ്ട്രിക്ട് ചെയ്യുന്നതല്ല. ഗ്രോത്ത് വേണം, എന്നാൽ ഗ്രോത്തിനൊപ്പം തന്നെ ആളുകളുടെ പോവർട്ടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അൺഎംപ്ലോയ്മെന്റ് മുതലായ മറ്റു വിഭവങ്ങൾ, ഹ്യൂമൻ റിസോഴ്സ് മേഖലകൾ എന്ത് ചെയ്യണം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരില്ല, one only is the right answer. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉൾപ്പെടുമോ? നമ്മുടെ ഈ പറഞ്ഞ ബിൽഡിങ്സ് എല്ലാം. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് വേണ്ടി നമ്മൾ ബിൽഡിങ്സ് പറയുമ്പോൾ അത് ഇൻഡയറക്ട്ലി വെൽഫെയറിനെ കണക്ട് ചെയ്യാൻ പറ്റില്ലേ? പക്ഷെ പറഞ്ഞ എന്താണ്, ഇൻഡയറക്ട്ലി വരാം. ഇവിടെ പറഞ്ഞേക്കുന്നേ, ഒരു കൺട്രിയിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടായെന്ന് പറയുമ്പോൾ നെസസറിലി, തീർച്ചയായും ഉണ്ടായെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റൽസ് പണിയുന്നു, എഡ്യൂക്കേഷൻ സ്കൂൾസ് പണിയുന്നു, വരാം. ഈ ചോദ്യം മേ ലീഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടും ശരിയാണ്. പക്ഷെ എന്താ പറഞ്ഞേക്കുന്നേ, നെസസറിലി എന്നാ പറഞ്ഞത്. സോ നമ്മൾ ആ ചോദ്യം വായിക്കുക. ചോദ്യം എന്താണ്, ദ ക്യാപിറ്റൽ ഫോർമേഷൻ എ കൺട്രി വിൽ നെസസറിലി, തീർച്ചയായും ഉണ്ടാവുന്ന എന്നാ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? ഒരു കൺട്രിയിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ നിർബന്ധമായും അവിടെ എന്തുണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാ ചോദിച്ചേക്കുന്നത്. ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ വെൽഫെയർ ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് അഷ്വർ. അതുണ്ടാവണം. എന്തുണ്ടാവണം? ഹോസ്പിറ്റൽസ്, സ്കൂൾസിന് സ്പെസിഫിക് വേണം. പറയുമ്പോൾ എന്ത് പറയണം, ഹോസ്പിറ്റൽസ്, സ്കൂൾസിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയണം. അല്ലെങ്കിൽ എന്താ, ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താ, ജസ്റ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും ഈ പറഞ്ഞ വെൽഫെയർ ഉണ്ടാക്കുമെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അത് എക്സാമ്പിൾ പറഞ്ഞേ, ഇപ്പോ ഹോസ്പിറ്റൽ, സ്കൂളും പണിഞ്ഞു, അതിന് പകരം ഒരു കൺട്രിയിൽ ഒരു ഡിഫൻസിന്റെ ഇത് പണിയെന്ന് വെച്ചോ, ആറ്റം ബോംബ് നിർമ്മാണ യൂണിറ്റ് പണിയുന്നു, നമുക്ക് പറയാൻ പറ്റുമോ ആ കൺട്രിയിൽ നിർബന്ധമായും വെൽഫെയർ ഉണ്ടാവുന്നു? ഇല്ലല്ലോ. സോ ഈ നെസസറി എന്ന വേർഡാണ് ഇവിടെ കുഴപ്പം. നെസസറിലി, അതാണ് ഇവിടെ കുഴപ്പം. അതിന് പകരം ഇപ്പൊ മേ ലീഡ് ടു എന്ന് പറഞ്ഞാൽ എന്താ, യു ക്യാൻ കോട്ട്, രണ്ടും എന്താണ്, ഉണ്ടാവാം. വെൽഫെയർ ഉണ്ടാവാം, ഗ്രോത്ത് ഉണ്ടാവാം. ഇവിടെ എന്താ, തീർച്ചയായും ഉണ്ടാവും. അതാണ് രണ്ടിന്റെയും ഡിഫറൻസ്. മനസ്സിലായോ മാം? ഓക്കെ. ഇവിടെ ആ നെസസറിലി എന്ന് വന്നുകൊണ്ടാണ് ആ തെറ്റായത്. ഞാൻ പറഞ്ഞേ, തീർച്ചയായും ഉണ്ടാവുമോ ഇല്ലയോ, അതാണ് ഡൗട്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയട്ടെ, വി കനോട്ട് അസ്യൂം, അങ്ങനെ ഉണ്ടായിക്കൂടെ. അത് ഉണ്ടായിക്കൂടെ എന്ന് പറയുമ്പോൾ എന്താ, ഒരു മേ അല്ലേ, സംശയമാണ്, പ്രോബിലിറ്റിയാണ്. സോ വെൻ യു ആർ സേയിങ്, സാറേ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ പണിഞ്ഞു കഴിഞ്ഞാൽ, സ്കൂൾ പണിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതൊരു പ്രോബിലിറ്റി അല്ലേ, ഒരു ചാൻസ് അല്ലേ. നമ്മൾ ചോദിച്ചത് എന്താണ്, നെസസറിലി ലീഡ് ടു, വിൽ നെസസറിലി ലീഡ് ടു എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റിയുടെ സ്കോപ്പ് ഇല്ല അവിടെ. ദർ ഈസ് നോ സ്കോപ്പ് ഓഫ് പ്രോബിലിറ്റി. അവർ പറഞ്ഞ എന്താ, ഉണ്ടാവണം എന്നാ പറയുന്നത്. അപ്പൊ യു കനോട്ട് സേ അത് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്ലോസ്ഡ് എക്കണോമി is an economy in which, ഒരു ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞാണിത് GDP, GNP പറഞ്ഞ സമയത്ത് നമ്മൾ പ്രതിപാദിച്ചായിരുന്നു ഈ ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞത്.
സോ ഇന്ത്യയുടെ കേസ് പറയുമ്പോൾ ബിഫോർ 1991 നമ്മുടെ LPG റിഫോംസിന് മുന്നേ ഇന്ത്യ ഒരു പരിധി വരെ, പൂർണ്ണമെന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യ ഒരു പരിധി വരെ ക്ലോസ്ഡ് എക്കണോമി ആയിരുന്നു. വി കനോട്ട് സേ ദാറ്റ് ഇന്ത്യ ഈസ് എ ഫുള്ളി ക്ലോസ്ഡ് എക്കണോമി. പൂർണ്ണമായിട്ടും അല്ല, അങ്ങനെ പറയാൻ പാടില്ല, പൂർണ്ണമായിട്ടും അല്ല. പക്ഷെ എന്താണ്, വി ഷോസ് ദിസ് നേച്ചർ, ഈ ക്ലോസ്ഡ് എക്കണോമിയുടെ നേച്ചർ കാണിച്ചിട്ടുണ്ട്. സോ വെൻ വി ഡിസ്കസ്ഡ് പ്ലാനിങ്, ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയും, ഒരു സമയത്ത് ഈ പറഞ്ഞ ബിക്കോസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പോളിസീസ് ആൻഡ് ബിക്കോസ് ഓഫ് വേരിയസ് അതർ പോളിസീസ് ഓഫ് ഗവൺമെന്റ്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്, ഇൻഡസ്ട്രിയൽ പോളിസീസ്, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്, ഇതെല്ലാം മൂലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസിങ് ഓർ ചലഞ്ചിങ് ഇന്ത്യാസ് പോളിസീസ് ആൻഡ് എന്താണ് ഈ പറഞ്ഞ ഇന്ത്യയുടെ നയങ്ങളൊക്കെ എതിർത്തുകൊണ്ട് കൊക്കോള പോലുള്ള കമ്പനീസ് ഇന്ത്യ വിട്ടുപോകുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി, ആ ഒരു സമയത്ത് നമ്മൾ ഓപ്പൺ ആണ്, പൊതുവെ പുറത്ത് പറയും ഓപ്പൺ ആണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. പക്ഷെ എന്താ, നമ്മുടെ പല റെസ്ട്രിക്ഷൻസും പല മേഖലയിലുള്ള നിബന്ധനകൾ നോക്കുവാണെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ധാരാളം റെസ്ട്രിക്ഷൻസ് ഇന്ത്യ സെറ്റ് ചെയ്തിരുന്നു. സോ വി കനോട്ട് സേ ദ ഇന്ത്യ വാസ് എ ക്ലോസ്ഡ് എക്കണോമി, പക്ഷേ ഇന്ത്യ ഷോസ് ക്ലോസ്ഡ് എക്കണോമി നേച്ചർ എന്ന് പറയാം. സോ ഇവിടെ പറയാം എന്താണ് ക്ലോസ്ഡ് എക്കണോമി എന്ന് വെച്ചാൽ എന്താണ് നെയ്തർ ഇമ്പോർട്ട് നെയ്തർ എക്സ്പോർട്ട് ടേക്ക് പ്ലേസ്. സോ ഒരു കൺട്രി ഇവിടുന്ന് സാധനം കയറ്റിവിടുന്നുമില്ല, അവിടുന്ന് സാധനം ഇങ്ങോട്ട് ഇറക്കുന്നുമില്ല. സോ ദർ ഈസ് നോ എക്സ്പോർട്ട്, ദർ ഈസ് നോ ഇമ്പോർട്ട്. എക്സ്പോർട്ടും ഇല്ല, ഇമ്പോർട്ടും ഇല്ല. ദിസ് കൺട്രി ഈസ് ഐസൊലേറ്റഡ്. മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റിലേഷൻ എന്താണ്, ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞ ക്ലോസ്ഡ് എക്കണോമി. Then, with reference to Indian economy, consider the following statements. The rate of growth of real GDP has steadily increased in the last decade. The GDP at market prices has steadily increased in the last decade. So, if you see such statements, steadily, എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്താ മീനിങ് എന്താ സ്റ്റഡി എന്ന് പറഞ്ഞാൽ. സ്റ്റഡി എന്ന് വെച്ചാൽ എന്താ, സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ്, കേട്ടിട്ടുണ്ടല്ലോ, സ്ഥിരതയുള്ള നാർമ്മ. വിച്ച് മീൻസ് ഇപ്പൊ സ്റ്റഡി ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു തവണ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഗ്രോത്ത് കുറയാൻ പാടില്ല. ഗ്രോത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തവണ പോലും കുറയാൻ പാടില്ല. എന്നുവെച്ചാൽ നെഗറ്റീവ് ഗ്രോത്ത് പോകാൻ പാടില്ല. എപ്പോഴും ഒരു പോസിറ്റീവ് ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യണം. ചോദ്യം എന്താണ്, ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു, ഇന്ത്യയുടെ ഗ്രോത്ത് GDP ഗ്രോത്ത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഫ്ലോട്ടിംഗ് ദ കർവ്, എപ്പോഴും ഗ്രാഫ് അങ്ങനെ ആയിരിക്കണം, മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പോസിറ്റീവായിട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗ്രോത്ത് എന്ത് ചെയ്യുന്നില്ല, മേലോട്ട് പോകുന്നില്ല. നെഗറ്റീവ് മാത്രമല്ല, അത് മുന്നത്തെ അപേക്ഷിച്ച് കുറയുന്നുമില്ല. ശരിയാണോ? ഇന്ത്യയുടെ ഗ്രോത്ത് GDP ഗ്രോത്ത് സ്റ്റഡി ആയിരുന്നോ, ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നോ? അല്ല. യു ക്യാൻ സി വി ഹാവ് രജിസ്റ്റേർഡ് എ ഫ്ലക്ച്വേറ്റിംഗ് ഗ്രോത്ത് ആണ്, ആ കർവ് ആണ്. സോ ലാസ്റ്റ് ഡെക്കേഡ് എടുത്ത് നോക്കൂ. സോ ഇഫ് യു ആർ കൺസിഡറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 2010 തൊട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് സ്റ്റഡി. ഇടയ്ക്ക് കൂടുന്നുണ്ട്, ഇടയ്ക്ക് കുറയും, കൂടുന്നുണ്ട്, കുറയും. പക്ഷെ ഇവിടെ അതൊക്കെ എന്താ, റെസിഷൻ ആയില്ല, നെഗറ്റീവ് ഗ്രോത്ത് വന്നിട്ടില്ല. നെഗറ്റീവ് ഗ്രോത്ത് എപ്പോഴാണ്, നമ്മുടെ കോവിഡ് വർഷമാണ് 2020-21, അവിടെ നെഗറ്റീവ് ഗ്രോത്ത് വന്നു. സോ നോക്കുകയാണെങ്കിൽ ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്, ലാസ്റ്റ് ഒരു 10 വർഷത്തെ ഇന്ത്യയുടെ ഗ്രോത്ത് മെഷർ ചെയ്യുമ്പോൾ, ഗ്രോത്ത് കൺസിഡർ ചെയ്യുമ്പോൾ we can see there is no steady growth. ഗ്രോത്ത് എന്താണ്, സ്റ്റഡി അല്ല, മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉദാഹരണം പറയുമ്പോൾ ഈ ഒരു ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ടൈം പീരീഡ്, ഇഫ് യു സീ ദിസ് ടൈം പീരീഡ് 2008, 9, 10, ഈ ഒരു ടൈം പീരീഡ് പറയുകയാണെങ്കിൽ യു ക്യാൻ സേ there is a steady growth. കാരണം എന്താ, ഗ്രോത്ത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ യു ക്യാൻ സീ there is a steady growth. അതുപോലെ ഈ ഒരു ടൈം പീരീഡ് 2013 തൊട്ട് 17 വരെയുള്ള ഈ ടൈം പീരീഡ്, ഇവിടെ നിങ്ങൾക്ക് പറയാം ഒരു സ്റ്റഡി ഗ്രോത്ത് ഉണ്ടെന്ന്. കാരണം എന്താ, ഗ്രോത്ത് എന്താ, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ചെറുതാണെങ്കിൽ പോലും കൂടിക്കൊണ്ടിരിക്കുക. അതിനുശേഷം എന്താണ്, ഗ്രോത്ത് താഴേക്ക് പോകുന്നു, പിന്നെ താഴോട്ട് പോകുന്നു. സോ റിയൽ GDP ആയാലും നോമിനൽ GDP ആയാലും വി ക്യാൻ സീ ദർ ഈസ് നോ സ്റ്റഡി ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റഡി ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയില്ല ലാസ്റ്റ് ഡെക്കേഡിൽ. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. ചോദ്യം എന്താണ്, ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ neither one nor two, both are wrong. Then which of the following term
best describes the uneven economic recovery across different sectors, industries, and group of people in the economy. ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിക്കവറി ഡിസ്കസ് ചെയ്തതാണ്. വി ഷേപ്ഡ് റിക്കവറി, കെ ഷേപ്ഡ് റിക്കവറി, എൽ ഷേപ്ഡ് റിക്കവറി, ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി, യു ഷേപ്ഡ് റിക്കവറി എന്ന് പറഞ്ഞ കുറെ റിക്കവറി ഡിസ്കസ് ചെയ്തു, നോട്ട്സും പ്രൊവൈഡ് ചെയ്തതാണ്. സോ യു ക്യാൻ സി ഇവിടെ എന്താ പറഞ്ഞേ, നമ്മുടെ കോവിഡിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞത് ഇന്ത്യ ഹാസ് അച്ചീവ് എ വി ഷേപ്പ് റിക്കവറി കൺസിഡറിംഗ് ദ ഓവറോൾ ഗ്രോത്ത് റേറ്റ്. നമ്മുടെ 2020, 2021, 2021, 2022 ഈ രണ്ട് ടൈം പീരീഡിലെ ഗ്രോത്ത് റേറ്റ് ഓവറോൾ നോക്കുമ്പോൾ വി ക്യാൻ സി ഇന്ത്യ ഒരു വി ഷേപ്പ് റിക്കവറി വന്നിട്ടുണ്ടെന്ന് കാണാം. സോ വെൻ യു ആർ കൺസിഡറിംഗ് ദ ഓവറോൾ ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് 2 കോവിഡ് ഇയേഴ്സ്, 2 കോവിഡ് വർഷത്തെ ഇയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി കുഡ് സി there is താഴോട്ട് പോയി വലിയ ഡിപ്പ് വന്നു, പെട്ടെന്ന് തന്നെ മുന്നോട്ട് കയറി. ഇത് വി ഷേപ്പ് റിക്കവറി ആണ്. എന്നാൽ some economists they said that when we are considering the sectors of India, ഇന്ത്യയുടെ സെക്ടേഴ്സ് അടിസ്ഥാനത്തിൽ നമ്മൾ റിക്കവറി നോക്കുമ്പോൾ പോസ്റ്റ് കോവിഡ് ടൈം some sectors recovered very fastly. ചില സെക്ടേഴ്സ് എന്ത് ചെയ്തു, പെട്ടെന്ന് റിക്കവർ ചെയ്തു. എന്നാൽ some sectors they were not recovering that much fast. അവർ എന്ത് ചെയ്യുന്നില്ല, ആ മറ്റ് മേഖലകൾ റിക്കവർ ചെയ്ത പോലെ ഒരു പെടുന്നൽ റിക്കവറി അവർക്ക് കഴിഞ്ഞില്ല. ഉദാഹരണം പറയുമ്പോൾ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ MSME ഇവരൊക്കെ എന്താണ്, ദീസ് സെക്ടേഴ്സ് ദേ ഹാവ് നോട്ട് റിക്കവേർഡ് ഫാസ്റ്റ്ലി ആസ് അതർ സെക്ടേഴ്സ് ലൈക്ക് IT, ഇ-കൊമേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, പെട്ടെന്ന് റിക്കവർ ചെയ്തു. എന്നാൽ മറ്റു മേഖലകൾ, ഞാൻ പറഞ്ഞ MSME പോലുള്ള മേഖലകൾ അതെന്താണ്, അത് അപ്പോഴും എന്താ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇഫ് യു ആർ സീയിങ് ദ കർവ് എങ്ങനെ വരുന്നു, ഒന്ന് മേലോട്ട് ഒന്ന് താഴോട്ട്, ഒരു കെ ഷേപ്പ് ആണ്. അതാണ് എന്ത്, കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറഞ്ഞത്. സോ ഇവിടെ എന്താ പറഞ്ഞത്, അൺഈവൻ എക്കണോമിക് റിക്കവറി അല്ലേ, അൺഈവൻ ആയിട്ടുള്ള എക്കണോമിക് റിക്കവറി അക്രോസ് ഡിഫറെന്റ് സെക്ടേഴ്സ്, അതാണ് കെ ഷേപ്പ് റിക്കവറിയിൽ പറയുന്നത്. സോ ആൻസർ ഈസ് എ. And you can read the next rest of the recovery from the note. Which of the following is or are necessarily associated with counter cyclical fiscal policy? So നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്യാപിറ്റൽ ഫോർമേഷൻ will necessarily lead to, അതേപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. Which of the following is or are necessarily associated with counter cyclical fiscal policy? സോ ഒരു കൗണ്ടർ സൈക്ലിക്കൽ പോളിസിയിൽ തീർച്ചയായും ഉണ്ടാവുന്ന നയം എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ താഴെ തന്നവയിൽ എന്താണ് കൗണ്ടർ സൈക്ലിക്കലുമായി തീർച്ചയായും, പക്ഷെ അത് കൗണ്ടർ സൈക്ലിക്കൽ പോളിസിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് വൺ, എന്താണ് കൗണ്ടർ സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ബിസിനസ് സൈക്കിൾ and those policies which is supporting the current trend of cycle, നിലവിലുള്ള സൈക്കിളിന്റെ ഫ്ലോയ്ക്ക് ഒപ്പം പോകുന്ന പോളിസി, അതാണ് എന്ത്, പ്രോ സൈക്ലിക്കൽ പോളിസി അല്ലേ. ഇപ്പം സപ്പോസ് ഒരു കൺട്രിയിൽ വലിയ ഗ്രോത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ ആ ഗ്രോത്തിനൊപ്പം സഞ്ചരിക്കുന്ന മെഷേഴ്സ്, ഇതൊക്കെ എന്താണ്, പ്രോ സൈക്ലിക്കൽ പോളിസിയാണ്. ദെൻ ദർ ഈസ് കൗണ്ടർ സൈക്ലിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നിലവിലൊരു സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുക താഴോട്ട്, അപ്പം വെൻ എ സൈക്കിൾ ഈസ് മൂവിങ്, ആ മൂവ്മെന്റിനെതിരെ എന്ത് ചെയ്യണം, ആക്ഷൻ എടുക്കണം. സോ വി ആർ ഒപ്പോസിങ് ദ മൂവ്മെന്റ്, വി ആർ ട്രൈങ് ടു ഒപ്പോസ് ദ കറന്റ് ട്രെൻഡ് ഓഫ് സൈക്കിൾ. നിലവിലുള്ള സൈക്കിളിന്റെ ട്രെൻഡ് ഉൾട്ടേക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ തിരിക്കാൻ നോക്കുന്നു, അതാണ് എന്ത്, കൗണ്ടർ സൈക്ലിക്കൽ പോളിസി. സോ ഫസ്റ്റ് എലിമെന്റ്, അറ്റംപ്റ്റ് ടു റിവേഴ്സ് ദ ബിസിനസ് സൈക്കിൾ. ശരിയാണ്, ബിസിനസ് സൈക്കിൾ, നിലവിലുള്ള ബിസിനസ് സൈക്കിൾ റിവേഴ്സ് ചെയ്യുക, അതാണ് എന്ത്, കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി. ദെൻ ഇൻക്രീസിംഗ് ഡയറക്റ്റ് ടാക്സ് റേറ്റ്. ഒരു എക്കണോമിയില് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റില് ഇൻക്രീസിംഗ് ഡയറക്റ്റ് ടാക്സ് റേറ്റ് എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്, ഏത് ടൈമിൽ നിന്നില്ല പറയുന്നില്ല. സോ ഡിപ്പെൻഡിങ് ഓൺ ദ
current situation, increase in tax rate can be a counter-cyclical or it can be a pro-cyclical. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? Increase in tax rate. For example, ഇപ്പൊ നോക്കുക, നമ്മുടെ എക്കണോമി സാമ്പത്തിക മാന്ദ്യമാണ്, പൊസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമില് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോവാണ്? ടാക്സ് റേറ്റ് വർദ്ധിപ്പിക്കാൻ പോവാ. സോ ഒരു എക്കണോമി എന്താണ്? പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗവൺമെന്റ് ടാക്സ് റേറ്റ് വർദ്ധിപ്പിക്കുന്നു. സോ when an economy is flowing economy is moving downward, ആ സമയത്ത് ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ it can further promote or further intensify this decline. കാരണം എന്താ? ഓൾറെഡി കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി അവിടെ സപ്ലൈ കുറവാ, ഡിമാൻഡ് കുറവാ. അപ്പൊ ഈ ടാക്സ് ഉയർത്തി കഴിഞ്ഞാൽ എന്താ? ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ കുറയും, കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കുറയും. സോ ഫർദർ ഈ സൈക്കിള് താഴേക്ക് പോകും. സോ ഡയറക്ട് ടാക്സ് ഇൻക്രീസ് ചെയ്യുന്ന പറയുമ്പോൾ when this step is taken during recession, അതെന്തായി മാറും? അത് ഒരു പ്രോ സൈക്ലിക്കായി മാറും. എന്നാൽ ഇതേ സാധനം, ഇതേ സ്റ്റെപ്പ് when it is taken during growth, ഒരു ഗ്രോത്തിൽ എടുക്കുന്നെങ്കിൽ അതെന്താണ്? തിരിയും. So when the same step is taken during growth, so you can see it is a counter-cyclical measure. So depending on the situation, depending on the current trend, ഈ പറഞ്ഞ സെയിം പോളിസി പ്രോയുമായോ കൗണ്ടറും ആവാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? അത് പറഞ്ഞിട്ടില്ല. ചോദിച്ചത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നെസസറിലി അസോസിയേറ്റഡ് വിത്ത് കൗണ്ടർ സൈക്ലിക്കൽ? കൗണ്ടർ സൈക്ലിക്കലുമായിട്ട് തീർച്ചയായും അസോസിയേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫീച്ചർ ആണ് ചോദിച്ചത്. സോ ടാക്സ് റേറ്റ് കൂട്ടുന്നത് വി കനോട്ട് സേ അത് തീർച്ചയായും കൺസിഡർ എന്ന് പറയാൻ പറ്റില്ല. വി കനോട്ട് അഷ്യൂർ ദാറ്റ് ദിസ് ഈസ് എ മസ്റ്റ് പോളിസി അണ്ടർ കൗണ്ടർ സൈക്ലിക്കൽ. കാരണം എന്താ? ദിസ് പോളിസി കൗണ്ടർ സൈക്ലിക്കൽ ആവാം, പ്രോയും ആവാം. ഇറ്റ് ക്യാൻ എയ്തർ ബി എ കൗണ്ടർ സൈക്ലിക്കൽ പോളിസി ഓർ ബി എ പ്രോസൈക്ലിക്കൽ പോളിസി. സോ അതാണ് എന്ത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം. അതുപോലെ തേർഡും, റെഡ്യൂസിങ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ്, ദ സെയിം നേരത്തെ പോലെ തന്നെ. എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ ദ കറന്റ് ട്രെൻഡ്. ഈ നയവും എന്താവാം? പ്രോയും ആവാം, കൗണ്ടറും ആവാം. സോ ഇവിടെ എന്താണ്? ഒരു പ്രോബിലിറ്റി കിടക്കുക. അങ്ങനെയാവാം, ഇങ്ങനെയാവാം. ചോദിച്ചതല്ല, നെസസറിലി അസോസിയേറ്റഡ് വിത്ത് കൗണ്ടർ സൈക്ലിക് എന്ന് പറയുമ്പോൾ ഇതാണ് തീർച്ചയായും കൗണ്ടർ സൈക്ലിക് പോളിസി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ രണ്ട് ഓപ്ഷൻസും ചൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ഈ രണ്ടും ഒരു സിറ്റുവേഷനിൽ എന്താവും? കൗണ്ടർ സൈക്ലിക് ആവും. പക്ഷെ എപ്പോഴും എന്താ? ദ സെയിം മെഷർ cannot act as a counter-cyclical policy. So 2 and 3 എന്താണ് അപ്പോ? തെറ്റാണ്. സോ ആൻസർ എന്താ അപ്പോ? 1 only മാത്രമാണ്. Then the growth rate of GDP at current price may be higher than GDP at constant price because the later takes into account the rate of എന്താണ്? നമ്മുടെ കറന്റ് പ്രൈസ് മൂലമുള്ള ഗ്രോത്ത് റേറ്റ് നമ്മുടെ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. അതിന് കാരണം എന്താണ്? യു ക്യാൻ സി ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവൽ. നമ്മുടെ നോമിനൽ GDPക്കകത്ത് എന്ത് വരുന്നുണ്ട്? പ്രൈസ് ലെവൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അറിയാലോ, ഇൻഫ്ലേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? നോമിനൽ GDP. എന്നാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെന്ത്? നമ്മുടെ റിയൽ GDP. സോ ഹിയർ യു ക്യാൻ സി ബാക്കി ഒന്നും വരുന്നില്ല. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനോ ഗ്രോത്ത് ഓഫ് മണി സപ്ലൈയോ വേജ് റേറ്റോ ഒന്നും അല്ല. എന്താണ് ആൻസർ? ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവൽ. അതവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, നമ്മുടെ കറന്റ് പ്രൈസിൽ ഉൾപ്പെടുന്നുണ്ട്. അന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ആ ഗ്രാഫ് കാണിച്ചതാണ്. റിയൽ GDA, നോമിനൽ GDA, റിയൽ GDP, നോമിനൽ GDP ഗ്രാഫ് ഞാൻ കാണിച്ചതാണ്. സോ അന്ന് നമ്മൾ ആ ഗ്രാഫ് കണ്ടിരുന്നു. റിയൽ GDP കർവ് ഡിഫറൻസ് ഉണ്ട്, ഓർമ്മയുണ്ടോ? റിയൽ GDP കർവ്, ഈ രണ്ട് കർവ് നോക്കുമ്പോൾ യു ക്യാൻ സി ദർ ഇസ് സം ഡിഫറൻസ്. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിന് കാരണം എന്താ? റിയൽ GDPക്കകത്ത് യു ക്യാൻ സി ദർ ഈസ് ടാക്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. റിയൽ GDPക്കകത്ത് പ്രൊഡക്റ്റ് ടാക്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്.
എന്നാൽ റിയൽ ജി ഡി പിക്ക് അതില്ല. ദെൻ ഇതേപോലെ തന്നെ റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പി തമ്മിൽ എന്തുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്. അതെന്താണ്? ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ആൻസർ ഈസ് ബി. Then the supply side economics lays greater emphasis on the point of view of. So supply side economics എന്ന് പറയുമ്പോൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഡിമാൻഡും സപ്ലൈ. സോ ഡിമാൻഡ് എന്ന ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പർച്ചേസ് ദാറ്റ് മച്ച് ക്വാണ്ടിറ്റി അറ്റ് ദാറ്റ് മച്ച് പ്രൈസ്. സോ ഒരു ഉപഭോക്താവിന്റെ പർച്ചേസിംഗ് പവർ കാണിക്കുന്നതായിരുന്നു എന്ത്? ഡിമാൻഡ്. കൺസ്യൂമറിൽ വരുന്നതായിരുന്നു എന്ത്? ഡിമാൻഡ്. എന്നാൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സപ്ലൈ എന്തായിരുന്നു? ഒരു സെല്ലർ എത്ര വിലയ്ക്ക് ഇത്ര ക്വാണ്ടിറ്റി ഉൽപ്പന്നം വിൽക്കാൻ തയ്യാറാവും. സോ സെല്ലർ ഡയമെൻഷനിൽ വരുന്നതായിരുന്നു എന്ത്? സപ്ലൈ. സോ യു ക്യാൻ സി എ പ്രൊഡ്യൂസർ, അവിടെയാണ് സപ്ലൈ സൈഡ് എക്കണോമിക്സ് കൂടുതലും ഫോക്കസ് ചെയ്തത്. ബാക്കിയൊന്നുമില്ല. ഗ്ലോബൽ എക്കണോമി, മിഡിൽ മാൻ, അതൊന്നും ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. ആൻഡ് ദിസ് ഇസ് UPSC ക്വസ്റ്റ്യൻ ആണ്. അവർ പറയട്ടെ, ദിസ് ഈസ് എ UPSC ക്വസ്റ്റ്യൻ ആണ്. 1998 സിവിൽ സർവീസ് എക്സാം ചോദ്യമാണ്. സോ ദാറ്റ് ഈസ് ആൻസർ. Then in an open economy, national income of a country is, പഠിച്ചാണല്ലോ, there is no need to state again. നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ബൈ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ച് നാഷണത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ജി ഡി പി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് സം. സോ അന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ ഓഫ് ജി ഡി പി ഓർ നാഷണൽ ഇൻകം വെച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ എങ്കിലും എന്താ, യു ക്യാൻ സ്ട്രിക്ട്ലി ഫോളോ ദിസ് ഇക്വേഷൻ. ഈ പറഞ്ഞ C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കാരണം അത് ഒഫീഷ്യലി UPSC അംഗീകരിച്ചതാണ്. കാരണം UPSC ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് 2000 UPSC ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ ക്ലിയർലി ഫോളോ ദിസ് ഇക്വേഷൻ. സോ ആൻസർ എന്താ? C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് ആണ്. സോ ആൻസർ ഈസ് C. In context of Indian economy, consider the following pairs. ഇതില് ഏതൊക്കെ പയേഴ്സ് കറക്റ്റ്ലി മാസ്റ്റർ എന്ന് പറയാൻ പറഞ്ഞു? ടേം, മെൽഡൗൺ, റിസഷൻ, സ്ലോ ഡൗൺ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡിസ്ക്രിപ്ഷൻ: fall in stock price, fall in growth rate, fall in GDP. സോ നമ്മൾ മെൽഡൗൺ എന്ന ടേം ക്ലാസ് ഡിസ്കസ് ചെയ്തില്ല. പക്ഷെ നമ്മൾ മെൽഡൗണിന് സമാനമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. When we discuss the Great Depression of America, അമേരിക്കയുടെ ഗ്രേറ്റ് ഡിപ്രഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 1920 മുതൽ 20 വരെയുള്ള കാലത്ത് അമേരിക്ക വാസ് ഫ്ലറിഷിംഗ്, അമേരിക്കൻ എക്കണോമി വാസ് ഫ്ലറിഷിംഗ്. ഇറ്റ് വാസ് ദ പീരീഡ് ഓഫ് റോറിംഗ് 20s. പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാൽ അതിനുശേഷം 1929 ഒക്ടോബറിൽ there was the stock market crash. അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു. And whenever there is a huge fall in stock price, അതിന് പറയുന്നതാണെന്ത്? മെൽറ്റ് ഡൗൺ. സോ 2008 സമയത്ത് when the global economy was facing a recession, 2008 സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോഴും ഈ പറഞ്ഞ മെൽറ്റ് ഡൗൺ നമുക്ക് പ്രകടമായി. പല കൺട്രിയിലെയും ക്യാപിറ്റൽ, അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ്, അവിടുത്തെ സ്റ്റോക്ക് പ്രൈസുകൾ വലിയ വില ഇടിഞ്ഞിരുന്നു. ദാറ്റ് ഈസ് മെൽറ്റ് ഡൗൺ. സോ ഫസ്റ്റ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. സപ്പോസ് നിങ്ങൾക്ക് ഇത് അറിയില്ല, ഞാൻ ഈ പറഞ്ഞില്ല, ഞാൻ പറയാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതോ അറിയില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഇഫ് യു നോ ദ അതർ ടു, റെസിഷൻ സ്ലോ ഡൗൺ പറഞ്ഞാണല്ലോ, ഇത് രണ്ടും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമായിരുന്നു? ആൻസർ കിട്ടുമായിരുന്നു. ഇവിടെ നോക്കൂ, റെസിഷൻ എന്ന് പറഞ്ഞാൽ fall in growth rate, സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ fall in GDP. ഇത് ശരിയാണോ? അല്ലല്ലോ, തിരിച്ചല്ലേ വരുന്നേ. എന്താണ് സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു GDP എന്ത് ചെയ്യുന്നില്ല. In slow down, there is no fall in GDP. GDP ഡിക്ലൈൻ ചെയ്യുന്നില്ല. സ്ലോ ഡൗണില് എന്താണ് പ്രത്യേകത? ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സ്ലോ ഡൗൺ, നമ്മൾ ആ കർവ് നോക്കുമ്പോ സ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ എന്താ? ഈ ഒരു പീരീഡാ. GDP-യുടെ ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് 10, 8, 6, 5 എന്ന് പറഞ്ഞ് കുറയുക.
എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഒരു വർഷം 10% കൂടി, അടുത്ത വർഷം 8%, അടുത്ത വർഷം 6%, അടുത്ത വർഷം 5% എന്ന് പറഞ്ഞ് കൂടുന്നുണ്ട്. ഇപ്പൊ 100, 110, 118, 123 എന്ന് പറഞ്ഞ എന്തുണ്ട്? ഗ്രോത്ത് കൂടുന്നുണ്ട്. പക്ഷെ എന്താ? ആ വളർച്ച തോത് കുറവാണ്. സോ സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്ത്? ഫാളിംഗ് ഗ്രോത്ത് റേറ്റ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാളിംഗ് GDP. എന്താണ്? നെഗറ്റീവ് ഗ്രോത്ത് വരുന്നു. ഈ പറഞ്ഞ GDP കുറയുന്നു. 100 എന്നുള്ളത് 90 80 70 എന്ന് പറഞ്ഞ GDP താഴേക്ക് പോകുന്നു. ഫാളിംഗ് GDP വാല്യൂ. അതാണ് എന്ത്? സോ ഹിയർ യു ക്യാൻ സീ, ഇഫ് യു നോ ഈ പറഞ്ഞ 2 ഉം 3 ഉം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇഫ് യു നോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാന്ന് അറിയാമെങ്കിൽ, യു ക്യാൻ എലിമിനേറ്റ് ദ അതർ ഓപ്ഷൻസ്. 1 അല്ല, B, C, D ഇതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം അവിടെ എല്ലാം എന്തുണ്ട്? ഈ 3 ഉണ്ട്. സോ 2 or 3 ഉണ്ട്. സോ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻസ് ആൻഡ് യു ക്യാൻ ഈസിലി പിക്ക് ദ ആൻസർ. ആൻസർ എന്തായിരുന്നു? 1. Sorry, A, 1 only. Then Nash list 1 and 2, 1 with 2. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. സോ ബൂം എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ആക്ടിവിറ്റി അറ്റ് ഹൈ ലെവൽ വിത്ത് ഇൻക്രീസിംഗ് ഇൻകം, ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ് അറ്റ് മാക്രോ ലെവൽ. അതുപോലെ ഇതിന് സമാനമായ ഏതുണ്ടെന്ന് നോക്കൂ. ബിസിനസ് ആക്ടിവിറ്റി അറ്റ് ഹൈ ലെവൽ വിത്ത് ഇൻക്രീസിംഗ് ഇൻകം. അറിയാലോ, ഗ്രാഫ് അറിയാലോ. ഏതായിരുന്നു ബൂം എന്ന് പറഞ്ഞാൽ? ദ പീരീഡ് ഓഫ് ഹൈ ലെവൽ ഓഫ് ഇൻകം. നമ്മുടെ ഗ്രോത്ത് വളരെ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 20%, 30%, 60% എന്ന് പറഞ്ഞ ഗ്രോത്ത് വലിയ രീതിയിൽ കൂടുന്നു. തോതിൽ വളർച്ച കൈവരിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞ ഹൈ ലെവലുള്ള ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ് എല്ലാം ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ബൂം. ദെൻ റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാജുവൽ ഫാൾ ഇൻ ഇൻകം. അറിയാലോ, റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഗ്രാജുവലി ഇൻകം കുറയുന്നു, ഗ്രാജുവലി ഔട്ട്പുട്ട് കുറയുന്നു. സോ എന്റെ എക്കണോമിക് ആക്ടിവിറ്റി ഒരു ലോ ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് എന്ത്? റിസഷൻ. ഡിപ്രഷൻ, അൺപ്രസിഡന്റഡ് ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഡ്രാസ്റ്റിക് ഫാൾ ഇൻ ഇൻകം ആണ് ഔട്ട്പുട്ട്. സോ എന്താണ്? ഡ്രാസ്റ്റിക് ആയിട്ട്. അത് ഓർമ്മയുണ്ടല്ലോ, റിസഷന്റെ ഒരു പാരമ്യം, അല്ലെ റിസഷന്റെ ഒരു എക്സ്ട്രീം ആണ് ഇത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഇല്ലേ? റിസഷന്റെ ഒരു എക്സ്ട്രീം ഇവന്റ് ആണ് ഡിപ്രഷൻ. ഡ്രാസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ഫാൾ ചെയ്യുന്നു, എംപ്ലോയ്മെന്റ് ഫാൾ ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് വലിയ വർദ്ധിക്കുന്നു. അതാണ് എന്ത്? ഡിപ്രഷൻ. ദെൻ റിക്കവറി, സ്റ്റഡി റൈസിംഗ് ജനറൽ പ്രൈസസ്. നോക്കൂ, ആഫ്റ്റർ ഡിപ്രഷൻ ബിക്കോസ് ഓഫ് വേരിയസ് മെഷേഴ്സ് എക്കണോമി എന്ത് ചെയ്യും? പെയ്യനെ മുന്നോട്ട് വന്നു തുടങ്ങും. പെയ്യൻ എന്ത് ചെയ്യുന്നു? സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് എന്ത്? റിക്കവറി. You can see A1, B2, C3, D4. അതായിരിക്കും എന്ത്? ആൻസർ. So answer will be option A. And this is also a previous year UPSC question. Okay. Then national income of a country for a given period is equal to. ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. Total value of goods and services produced by nationals. Total value of goods and services ne varthu. Okay, നമുക്ക് keep ചെയ്യാം. Then total sum of consumption and investment expenditure. So C plus I അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Then sum of personal income of all individuals. So personal income, national income രണ്ടും ഡിഫറെന്റ് ആണ്. So we can eliminate this. പറഞ്ഞല്ലോ, personal income, national income രണ്ടും ഡിഫറെന്റ് ആണ്. So we can eliminate this. So ഈ പറഞ്ഞ B പാർഷ്യൽ മാത്രം കറക്റ്റ്. Can eliminate that. എയും ഡിയും ഉണ്ട്. ഇവിടെ നോക്കൂ, എ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൺട്രി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ എന്നേ പറയുന്നുള്ളൂ. എന്നാൽ ഡി നോക്കൂ, ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ്. കാരണം ഇറ്റ് മെൻഷൻസ് ദ ടേം ഫൈനൽ ഗുഡ്സ്. സോ ഒരു കൺട്രിയിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ്, ഫൈനൽ ഗുഡ്സിന്റെയും സേവനങ്ങളുടെയും മണി വാല്യൂ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ഡെഫിനിഷൻ. എ ഭാഷയെ മാത്രം കറക്റ്റ്, കാരണം എല്ലാ ഉൽപ്പന്നവും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഇന്റർമീഡിയറ്റ് ഗുഡ്സ്,
ഒഴിവാക്കണം. Then B is not considering other parties, exporter അല്ലെങ്കിൽ government expenditure consider ചെയ്യുന്നില്ല. So we can eliminate that. Then C തെറ്റാണ്. D എന്താണ്? It is the most appropriate answer. തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ most appropriate ഉള്ള മെഷർ അതാണ് D ആണ്. So we can mark D as the answer. Then employment trend പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. In India, 22. Service sector has emerged as the largest employment provider post 1991 reforms. സേവന മേഖലയാണ് ഏറ്റവും വലിയ employment provider post 1991 reforms. ആണോ? This is not in the case of India. ഇന്ത്യയിൽ ഇങ്ങനല്ല. എന്നാൽ കേരളത്തിലാണെങ്കിൽ if this question is about Kerala, ഇത് കേരളമായിരുന്നു പറഞ്ഞെങ്കിൽ, ഇത് കേരളമാണ്, കേരളമായിരുന്നെങ്കിൽ ഫസ്റ്റ് എന്തായാലേ ശരിയാണ്. കാരണം കേരളത്തിൽ സേവന മേഖലയാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ, ദ ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡർ ഈസ് നോട്ട് സർവീസ്, ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ആണ്. സോ കാർഷിക മേഖലയാണ് ഇപ്പോഴും. You can see the figure. So you can see primary sector is the largest employment provider in India. Till now, ഇപ്പോഴും ഈ 2023 നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയാണ് the largest employment provider. So first statement തെറ്റ്. Then second, among the total employed labor force in India, majority of workers are regular salaried employees. So നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തെറ്റാണെന്ന്. കാരണം നമ്മുടെ ഇന്ത്യ പോലുള്ള കൺട്രിയിൽ എല്ലാവരും എന്താണ്, എല്ലാവരും റെഗുലർ സാലറി എംപ്ലോയി ഒന്നും അല്ല. അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെ അതിപ്രസരമാണ് ഇന്ത്യയിൽ. സോ ദിസ് ഓൾസോ റോങ്. റെഗുലർ സാലറി എംപ്ലോയി അല്ല മെജോറിറ്റി വർക്കേഴ്സ്. യു ക്യാൻ സി ദ മെജോറിറ്റി വർക്കേഴ്സ് സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നതാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ആൾക്കാരാണ് കൂടുതലും ഇന്ത്യയിൽ. സോ ഹിയർ യു ക്യാൻ സി ദ ഗ്രാഫ്. This is taken from NCERT ആണ്. നമ്മുടെ NCERT എടുത്ത ഒരു പോർഷൻ ആണ്. And you can see self-employed 52% വരുന്നുണ്ട്. Then regular salary employee 22 എന്നുള്ളൂ. Then casual wage 25. Okay. So the answer is both 1 and 2 are incorrect. Neither one nor two. Then 23. In case of closed economy, which does not deal with outside world and whose net factor income from abroad is zero, which of the following is necessarily correct? So, നമ്മൾ ഓർമ്മയുണ്ടാവും GDP GNP equation or relation. എന്തായിരുന്നു equation? GNP is equal to GDP plus net factor income from abroad. ഒരു ക്ലോസ്ഡ് എക്കണോമി ആണെങ്കിൽ പുറം രാജ്യവുമായിട്ട് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് യാതൊരുവിധ ഇന്ററാക്ഷനും ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് എക്കണോമിയാണ്. ആൻഡ് ഇവിടുത്തെ നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ് 0 ആണ്. വിച്ച് മീൻസ് ഇതെന്താ 0 ആണെന്നാ പറഞ്ഞത്. എങ്കിൽ എന്തായിരിക്കും? GNP is equal to GDP ആയിരിക്കും. കാരണം എന്താ ഇവിടെ പറയുന്നുണ്ട്, നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ് 0 ആണെങ്കിൽ GDPയും GNP എന്താ സമമായിരിക്കും. So B is the answer. Then consider the statements regarding gross value addition and GDP. GDP can map the economy from the expenditure or demand side, that is by adding up all the expenditures. ആണല്ലോ പറഞ്ഞാണല്ലോ GDP എക്സ്പെൻഡിച്ചർ സൈഡ് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്യാം. അതാണ് നമ്മൾ കാണുന്ന C plus I plus G plus X minus M. So that is a measure of GDP via expenditure method. So first statement is correct. Then GVA provides the picture of economy from the supply side. So നമ്മൾ പറഞ്ഞാണത് GVA is measured at basic price ആണ്. നമ്മൾ നാഷണൽ അക്കൗണ്ടിങ്ങില് GVA ഗ്രോസ് വാല്യൂ അഡിഷൻ മെഷർ ചെയ്യുന്ന എവിടെയാണ്? ബേസിക് പ്രൈസിലാണ്. കാരണം എന്താ, വാല്യൂ അഡിഷൻ is done by the producer, which means supply സൈഡിലാണ് എന്ത് GVA മെഷർ ചെയ്യുന്നത്. So second statement is also correct. Then GVA maps the value added by different sectors of economy
such as agriculture, industry, services. ആണല്ലോ നമ്മുടെ എല്ലാ മേഖലയും നടത്തുന്ന സെക്ടേഴ്സിലെ വാല്യൂ അഡിഷൻ GDA കൺസിഡർ ചെയ്യുന്നുണ്ട്. So it measures, it maps the value addition by different sectors of economy. So 3 is also correct. So both all 1, 2 and 3 are correct. B is the right answer. Then which of the following statements about transfer payments are true? So transfer payment from household, government to household, is included for national income accounting. ആണോ? നമ്മുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ പേയ്മെന്റ് നമ്മൾ ഉൾപ്പെടുത്തുന്ന പറഞ്ഞേക്കുന്നത്. ഉൾപ്പെടുത്തുമോ? ഇല്ല. സോ ട്രാൻസ്ഫർ പേയ്മെന്റ് ഫ്രം ഗവൺമെന്റ് ടു ഹൗസ് ഹോൾഡ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ഈ പറഞ്ഞ ദേശീയ വരുമാനത്തില് എന്ത് വരില്ല? ട്രാൻസ്ഫർ പേയ്മെന്റ് ഫ്രം ഗവൺമെന്റ് ടു ഹൗസ് ഹോൾഡ് ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം എന്താ? ദിസ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. ഗവൺമെന്റ് വെൽഫെയറിന് വേണ്ടി കൊടുക്കുന്നതാണ്. അത് എക്കണോമിക് ഐഡിയയുടെ ഭാഗമായിട്ടല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then unemployment allowance, social security pension, payment of salary are example of transfer payment. ഇതില് ഫസ്റ്റ് ശരിയാണ്, സെക്കൻഡ് ശരിയാണ്. എന്നാൽ തേർഡ് നോക്കൂ, പേയ്മെന്റ് ഓഫ് സാലറി. പേയ്മെന്റ് ഓഫ് സാലറി എന്ന് പറയുമ്പോൾ സർക്കാരിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ശമ്പളമാണ്. അതെന്ത് വരത്തില്ല? ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ട് വരത്തില്ല. കാരണം ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എക്കണോമിയുടെ ഭാഗമല്ല. ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. പക്ഷെ പേയ്മെന്റ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. കാരണം എന്താ? എംപ്ലോയി ഫാക്ടർ പ്രൊഡക്ഷൻ ആയിട്ടാണ് ഗവൺമെന്റിന് സെർവ് ചെയ്യുന്നത്. സോ ഇത് വരില്ല. ബാക്കി രണ്ടും വന്നേനെ. ചോദിച്ചത് എന്താണ്? ഏതാണ് ട്രൂ എന്നാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും എന്തല്ല? കറക്റ്റ് അല്ല, പാർഷ്യലി മാത്രമാണ് കറക്റ്റ്. സോ യു ക്യാൻ സീ ബോത്ത് 1 and 2 are wrong. Neither 1 nor 2. D is the right answer. So this is about the discussion of Abhyaas 2. And we will be having the fourth Abhyaas on next week. Next week, നമുക്ക് നാലാമത്തെ അഭ്യാസ് കാണും. അഭ്യാസ് 3 കംപ്ലീറ്റ് ചെയ്യാനുള്ളവര് ഈ വീക്ക് കംപ്ലീറ്റ് ചെയ്യുക. ബൈ 7th or 8th കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് വെള്ളിയാഴ്ച ക്ലാസ് ഉള്ളൂ, 7 ക്ലാസ് ഇല്ല, ശനി ഞായറും ക്ലാസ് ഇല്ല. സോ നിങ്ങൾക്ക് സമയമുണ്ട്, ആ സമയത്ത് മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട്. സോ വി ക്യാൻ കണ്ടിന്യൂ ദ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക് ആഫ്റ്റർ എ 5-minute break. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ്, നമുക്ക് പെൻഡിങ് ഉള്ള ബാക്കി പോർഷൻസ് നമുക്ക് എന്താണ് ബ്രേക്ക് വേണ്ട എടുക്കും. 5 minute break.